എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായമുള്ള കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്തു എപ്പിക് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ഫിലിമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാൻഡോറയിലെ തിന്മയുടെ വശങ്ങളെയും പുതിയ ഗോത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 24 മുതൽ തമിഴ്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. പ്രദീപ് അർസിക്കരെ സംവിധാനം ചെയ്ത് മലയാളത്തിലും കന്നഡയിലും ഒരേ സമയം റിലീസ് ചെയ്തൊരു ഇൻവെസ്റ്റിഗേഷൻ റിവെഞ്ച് ത്രില്ലർ സിനിമയാണ് ശേഷ 2016. പോലീസ് വകുപ്പുകളിൽ നടത്തുന്ന അഴിമതിയും അത് സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഒരൊറ്റ രാത്രിയിലാണ് ഈ സിനിമയുടെ ഭൂരിഭാഗം കഥയും നടക്കുന്നത്. ജോൺ കൈപ്പള്ളിയിൽ, പ്രമോദ് ഷെട്ടി, ദേവരാജ്, അർച്ചന കൊട്ടിഗെ, സിദ്ധാർത്ഥ് ശിവ, ശ്രീജിത്ത് രവി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 22 മുതൽ മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഞാനും പിന്നൊരു ഞാനും. രാജസേനൻ 5 വർഷങ്ങൾക്ക് ശേഷം തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് രാജസേനൻ, ഇന്ദ്രൻസ്, ജഗദീഷ്, ജോയ് മാത്യു, സുധീർ കരമന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഞാനും പിന്നൊരു ഞാനും. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഡർബി. സജിൽ മബാഡിന്റെ സംവിധാനത്തിൽ ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളുടെ സൗഹൃദം, പ്രണയം, ഒപ്പം ക്യാമ്പസിലെ പ്രധാന ശത്രുതകൾ എന്നിവയെ കേന്ദ്രീകരിച്ച് ഷൈം ടോം ചാക്കോ, ആദം സാബിക്, അമീൻ, സാഗർ സൂര്യ, ജോണി ആന്റണി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്യാമ്പസ് ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഡർബി. ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ്, ലയൺസ് ഗേറ്റ് പ്ലേ, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒരു മലയാളം മൂവിയാണ് ഹൃദയഹാരിയായ പ്രണയകഥ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് രാജേഷ് മാധവനും ചിത്ര നായരും പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷേപഹാസ്യ ചിത്രമാണ് ഹൃദയഹാരിയായ പ്രണയകഥ. വടക്കൻ മലബാറിന്റെ തനത് ശൈലിയിലുള്ള നർമ്മവും അതോടൊപ്പം ജാതി, രാഷ്ട്രീയം, കുടുംബമഹിമ എന്നിവയും പരിഹസിക്കുന്ന ആക്ഷേപഹാസ്യവും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. സൈന ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 19 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ദൃഢം. ഷെയ്ം നികത്തെ പ്രധാന കഥാപാത്രമാക്കി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്തൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ദൃഢം. ഓരോരോ സാധാരണ പോലീസുകാരനും അവരവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സബ് ഇൻസ്പെക്ടറായി 26-ാം വയസ്സിൽ ചാർജ് എടുക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതകഥയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. മാത്യു വർഗീസ്, ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, കൃഷ്ണപ്രഭ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂൺ മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു കന്നഡ മൂവിയാണ് കരികാട. കാട നടരാജ്, നിരീക്ഷ ഷെട്ടി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കരികാട. 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ പുനർജന്മത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു റിവെഞ്ച് ഡ്രാമയാണ് ഈ സിനിമ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് വെബ് സീരീസ് ആണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഒരു ഫാമിലി ഡ്രാമ സീരീസ് ആണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഒരു കുടുംബത്തിലെ ഗൃഹനാഥന് മറ്റൊരു രഹസ്യബന്ധം ഉണ്ടെന്നറിയുന്നതും അതുമൂലം ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 27 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡോക്യുമെന്ററി സീരീസ് ആണ് ഹത്രാസ് 16 ഡേയ്സ്. ഉത്തർപ്രദേശിലെ ഹത്രാസ് എന്ന സ്ഥലത്ത് ഒരു യുവതി ക്രൂരമായി ലൈംഗികാതിക്രമത്തിന് ഇരയായി മരണപ്പെടുകയും ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഹിന്ദി വെബ് സീരീസ് ആണ് സിസ്റ്റം. സോനാക്ഷി സിൻഹ, ജ്യോതിക എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി അശ്വിനി അയ്യർ തിവാരി സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ത്രില്ലറാണ് സിസ്റ്റം. സാമൂഹിക നീതിക്കും നിയമപരമായ പോരാട്ടങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നും 2 സ്ത്രീകൾ അനീതിക്കെതിരെ ഒന്നിക്കുന്നതാണ് ഈ സീരീസിന്റെ പ്രമേയം. മെയ് 22 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിതു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുള്ളി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പകോപമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 22-ാം തീയതി മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണംസ്. 6 കസിൻസിന്റെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളുടെയും നീളുന്ന ഒരു രസകരമായ കഥയാണിത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രണയത്തിനുമാണ് ഈ സീരീസിൽ പ്രാധാന്യം നൽകുന്നത്. കസിൻസ് ആൻഡ് കല്യാണംസ് ഒരു റൊമാന്റിക് കോമഡി ഡ്രാമയാണ്. 2026 മെയ് 22 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും.